ഹായ്, മൈസെൽഫ് സവിത എസ് ചേമ്പേഴ്സ്. ഇന്നൊരു ഇൻഫർമേറ്റീവ് വീഡിയോ തന്നെയാണ് വരുന്നത്. അത് ഫ്രാൻസ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ്. ഫ്രാൻസിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അവരുടെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഫ്രാൻസ് ആസ് എ ഡെസ്റ്റിനേഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസിന്. ബിസിനസ് സ്കൂൾസ് ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, IT ആവട്ടെ, വൺ ഓഫ് ദി ടോപ്പ് എൻഡ് കൺട്രി ആണ് യൂറോപ്യൻ യൂണിയനിൽ ഫോർ ദീസ് കൈൻഡ് ഓഫ് കോഴ്സസ്. അതിലൊരു പെർട്ടിക്കുലർ ബിസിനസ് സ്കൂളിനെ പറ്റിയാണ് നമ്മളിത് പറയുന്നത്. അവർക്ക് വന്നിട്ട് ഒരുപാട് കോഴ്സസ് ഒന്നുമില്ല, പക്ഷെ ഉള്ള കോഴ്സ് എല്ലാം വളരെ നല്ല കോഴ്സാണ്. ബിക്കോസ് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരുപാട് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതിൽ BBA കോഴ്സസ് ഉണ്ട്, MBA പ്രോഗ്രാംസും ഉണ്ട്. BBA പ്രോഗ്രാംസിൽ നമുക്ക് 4 സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. അതിലൊന്ന് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ആണ്, പിന്നെ ഒന്ന് ഇന്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണ്. യു നോ ദാറ്റ് ലൈക്ക് ഫ്രാൻസ് ഇസ് വെൽ നോൺ ഫോർ ദി ടൂറിസം ഹോസ്പിറ്റാലിറ്റി. അതുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് വൺ ഓഫ് ദി ഫ്ലാഗ്ഷിപ്പ് കോഴ്സ് ആണ് അവരുടെ. ആൻഡ് സെക്കൻഡ് ഇസ് ലൈക്ക് MBA സെയിം സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. ഇന്റർനാഷണൽ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റും പിന്നെ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. MBA 2 yearsന്റെ പ്രോഗ്രാംസ് ആണ്, ബാച്ചിലേഴ്സ് 3 yearsന്റെ പ്രോഗ്രാംസ് ആണ്. ഇതിൽ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ MBA പ്രോഗ്രാംസിനും BBA പ്രോഗ്രാംസിനും കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനീഷ്യൽ 6 months സ്റ്റഡീസും സെക്കൻഡ് 6 months വന്നിട്ട് പെയ്ഡ് ഇന്റേൺഷിപ്സും ആണ്. ഇൻ കേസ് പെയ്ഡ് ഇന്റേൺഷിപ്സ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ, കുട്ടികൾക്ക് ഇൻ കേസ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പെയ്ഡ് ഇന്റേൺഷിപ്സ് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ പെയ്ഡ് ഇന്റേൺഷിപ്പിന്റെ 6 months അവർക്ക് ഒരു ട്രെയിനിങ് പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രൊജക്ട് ആയിട്ട് അവർക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. എല്ലാ അക്രഡിറ്റേഷൻസും ഉണ്ട്. RNCP ഉണ്ട്, പിന്നെ BGA by AMBA ഉണ്ട്. അങ്ങനത്തെ കുറെ അക്രഡിറ്റേഷൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. 2 ക്യാമ്പസ് ഉണ്ട്, ലിയോൺ ക്യാമ്പസും പാരീസ് ക്യാമ്പസും വരുന്നുണ്ട്. ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2 ക്യാമ്പസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പാരീസ് ക്യാമ്പസും ഉണ്ട്, ലിയോൺ ക്യാമ്പസും ഉണ്ട്. പാരീസ് ക്യാമ്പസ് ആണ്, ലിയോൺ ക്യാമ്പസ് ആണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് കോഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് നിങ്ങൾ ഫ്രാൻസിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അലയൻസ് ഫ്രാൻസയുടെ അണ്ടറിൽ നിങ്ങൾക്ക് 45 hours ഓൺലൈൻ ഫ്രഞ്ച് ലാംഗ്വേജ് കോഴ്സ്, ഒരു സർവൈവൽ കോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 1500 rupees മാത്രം പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സർവൈവൽ കോഴ്സ് ഫിനിഷ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, അവിടെ ചെന്നതിന് ശേഷം യു ഷുഡന്റ് ഹാവ് എ പ്രോബ്ലം വിത്ത് ദ ലാംഗ്വേജ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാനുള്ള ലാംഗ്വേജ് എങ്കിലും നിങ്ങൾ ഇനീഷ്യലി പഠിച്ചിരിക്കണം. ലാംഗ്വേജ് വേണ്ട, ഫ്രാൻസിൽ പോയാൽ ലാംഗ്വേജ് വേണ്ട എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ കുറച്ചൊന്ന് മാറ്റി എഴുതുക. കാരണം യു ഷുഡ് ഹാവ് എ ലാംഗ്വേജ്. പോകുമ്പോഴേക്കും നിങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനും ഒരു ഫുൾ ടൈം ഇന്റേൺഷിപ്പ് കണ്ടുപിടിക്കാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും. അത് കൂടാതെ എല്ലാ കോഴ്സസിലും വന്നിട്ട് 2 ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് വരുന്നുണ്ട്. അതൊന്ന് ഫ്രാൻസിൽ തന്നെയാണ്, ആൻഡ് ദ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ വിസിറ്റ് പറഞ്ഞിട്ട് എബ്രോഡ് പോവാൻ നമുക്ക്. ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് റേഞ്ചിങ് എനിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം 5 lakhs to 8 lakhs. ആ റേഞ്ചിലാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. ആൻഡ് ഇത് നമ്മൾ പെയ്ഡ് ഇന്റേൺഷിപ്പിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന സ്റ്റൈപ്പൻഡും കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ഇൻ റിയാലിറ്റി പറയുകയാണെങ്കിൽ വളരെ എക്കണോമിക്കൽ ആയിട്ട് ഫ്രാൻസിൽ ഒരു ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഫിനിഷ് ചെയ്യാൻ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഫീസ് സ്ട്രക്ചറാണ് ഇൻസ്റ്റിറ്റ്യൂഷനുള്ളത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറയാം AI ആൻഡ് ഡാറ്റാ സയൻസ് വളരെയധികം ഭൂമിയുള്ള ഒരു ടൈമാണ് ഇപ്പോഴും. They have a course which is BBA in AIയും BBA in data science. അതുപോലെ തന്നെ ഈ സെയിം AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന്റെ സ്പെഷ്യലൈസേഷൻസ് MBAയിലും വരുന്നുണ്ട്. ഇങ്ങനെ 4 സ്പെഷ്യലൈസേഷൻസും കൂടെ ഇവർക്കുണ്ട്. ഇത് ഇവരുടെ പാരീസ് ക്യാമ്പസിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും പ്രയോറിറ്റീസും ഇത്രയും പോപ്പുലാരിറ്റിയും ഉള്ള കുറച്ച് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രാൻസിലുണ്ട്. സോ ഫ്രാൻസ് ഇസ് എ റിയലി ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ PG ആൻഡ് UG സ്റ്റുഡൻസ്. UG സ്റ്റുഡൻസിന് സ്റ്റേ ബാക്ക് ഇല്ല, ഫ്രാൻസ് എന്ന് ഓർക്കണം. UG സ്റ്റുഡൻസിന് സ്റ്റേ ബാക്ക് ഇല്ല, PG സ്റ്റുഡൻസിന് 2 years സ്റ്റേ ബാക്ക് ഉണ്ട്. വളരെയധികം ഇൻഫർമേഷൻസ് ഞാൻ ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഐ നോ ദാറ്റ്. ബട്ട് സ്റ്റിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ എനിത്തിങ്, അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് അഡ്മിഷൻ വേണം, സെപ്റ്റംബർ ഇൻടേക്കിൽ അവരിപ്പോഴും ഓപ്പൺ ആണ്, നമുക്ക് ഇപ്പോഴും ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും. സോ ഫ്രാൻസിൽ ഈ സെപ്റ്റംബർ 2025 ഇൻടേക്കിലോട്ട് അഡ്മിഷൻ നോക്കുന്ന സ്റ്റുഡൻസിന് പ്ലീസ് ഡു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ്. നമുക്ക് ഇപ്പോഴും ആപ്ലിക്കേഷൻസ് ചെയ്യാൻ ടൈം ഉണ്ട്. We will do the applications, admission process, documentation until visa, everything. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.